നമ്മളതിന് വേണ്ടി ഒരു നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടംപൊരി അല്ലെങ്കിൽ ബോണ്ട എന്നറിയപ്പെടുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു 4 മണി കാപ്പിയാണ്. മലയാളികളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു 4 മണി കാപ്പിയാണ്. നമ്മുടെ ചായക്കടകളിലും മറ്റും കണ്ടിട്ട് ആ ചുല്ല് കൂട്ടിലിരുന്ന അതേ 4 മണി കാപ്പി ബോണ്ട. പക്ഷേ അതിൻ്റെ ഒരു വേറൊരു വേർഷൻ, അതായത് ഒരു ഫ്യൂഷൻ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അടിപൊളിയാണ് സംഭവം. വൈഫ് എന്നും വീട്ടിലുണ്ടാക്കുന്നതാണ്. അവളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കിയില്ല. വീഡിയോയ്ക്കായിട്ട് അവൾ എന്നോട് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുവാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്ന 3 കപ്പ് പൊടിക്കുള്ള ബോണ്ടായാണ്. അതാദ്യം നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്. 3 കപ്പ് പ്ലെയിൻ ഫ്ലവറാണിത്. ആദ്യം നമ്മളിതൊരു സ്ട്രെയിനറിലാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ അടി പാത്രം. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 6 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇടുക. അതായത് 1 കപ്പിൽ 2 ടീസ്പൂൺ എന്ന അളവിൽ. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആകും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. എങ്കിലേ നന്നായിട്ട് മിക്സ് ആയെങ്കിലേ പൊങ്ങി വരുള്ളൂ, ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കത്തുള്ളൂ. സ്വല്പം ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഡ്രൈ ഐറ്റംസ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 3 കപ്പ് മൈദയ്ക്ക് നമ്മളിടുന്നത് 1.5 കപ്പ് ജാഗരി, അതായത് ജാഗരിയാണ് ഇടുന്നത് 1.5 കപ്പ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എള്ളിട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ എള്ളാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് നല്ല ഫ്രഷ് തേങ്ങ ചിരണ്ടിട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് മൈദയ്ക്ക് 1 പഴം വെച്ച് വേണം ഉപയോഗിക്കാൻ. ഏറ്റവും നല്ല പഴം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. എന്നാലേ അതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിന് കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് പഴം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ചാറാക്കിയിട്ട് ഇതിനകത്തിടാം. അതല്ലെങ്കിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിനകത്ത് ഒരു തരി പീസ് പോലും ഇല്ലാത്ത രീതി വേണം നമ്മളത് മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ലൂക്ക് വാം വാട്ടറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഏകദേശം ഇത്രയും വെള്ളം മതി. 1/2 മണിക്കൂർ പുളിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിന് ശേഷം സ്വല്പം എടുത്ത് നമുക്കൊന്ന് ആയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എണ്ണയ്ക്കകത്ത് ഇട്ട് നോക്കാം. ആയിട്ടില്ല. 1 ടേബിൾ സ്പൂണിനേക്കാളും കൂടുതലായിട്ട് എടുക്കണം. ഇത്ര എടുക്കാം. കഴിഞ്ഞത് നമ്മൾ വെള്ളം തുടയ്ക്കണം. 2 കയ്യിലും വെള്ളം ആവശ്യത്തിന് വേണം. കയ്യിലും വെള്ളം, ആ കയ്യിലും വെള്ളം തുടച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നല്ല മിനുസമായിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഇഞ്ച് കനത്തിലെങ്കിലും എണ്ണ ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊണ്ടേയിരിക്കണം. ബോണ്ട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങ് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളയണേ. നമ്മുടെ ബോണ്ട ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളറിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മളതിന് വേണ്ടി ഒരു
എപ്പോഴും സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, സൈഡിൽ നിന്ന് എടുത്തിട്ട് നല്ല മിനുസമായിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഇതിനകത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. 200 കലോറിക്ക് മുകളിലുണ്ടെന്ന് പറയുന്നത് ഒരു ബോണ്ട. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ബോണ്ട വളരെ ഹെൽത്തിയാണ്. പഴവും നമ്മൾ മറിച്ചിടാൻ സമയമായി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരേ കളർ കിട്ടില്ല. മൈസൂർ ബോണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ബോണ്ടയാണത്. നമ്മളതിൻ്റെ മറ്റൊരു വകഭേദമാണ്. ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ളത് മൈദ തന്നെയാണ്. മീഡിയം ചൂടിലിട്ടാലേ ബോണ്ട എണ്ണ കുടിക്കാതിരിക്കുള്ളൂ. മീഡിയം ചൂടിലല്ല, ചൂട് കൂടിപ്പോയാൽ വേഗില്ല, ചൂട് കുറഞ്ഞു പോയാൽ എണ്ണ കുടിക്കും. അപ്പോൾ അത് ഭയങ്കര അൺഹെൽത്തിയാണ്. നമുക്കിതേപോലെ ബാക്കിയുള്ളതും കൂടെ എടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് എടുക്കാൻ മതി. ഇത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒറിജിനൽ കളർ കിട്ടുന്നത്. ഇറ്റ് നൈസ് അല്ലേ? അകം വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അകം വളരെ സോഫ്റ്റാണ്. അതേപോലെ പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എന്താ It's very nice and soft in the inside, and it's nice and crispy on the outside. I like the crispy part.